നെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ യേശുക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ, വലിയ ദൗത്യത്തിൻ്റെ മുഖവരിയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 28-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരായിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ചെയ്യാനുള്ളത് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ്. നമ്മൾ ഡിസൈപ്പിളാക്കുക എന്നുള്ളതാണ്, ശിഷ്യരാക്കുക, യേശുവിനെ പ്രസംഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എ ഡിസൊബീഡിയൻറ്റ് ചർച്ച് ഈസ് എ ഡൈയിങ് ചർച്ച് എന്ന് പറഞ്ഞു. ഫയർ എക്സിസ്റ്റ് ബൈ ബേണിംഗ്, സോ ചർച്ച് എക്സിസ്റ്റ് ബൈ ഇവാഞ്ചലിസം ആൻഡ് മിഷൻ. അതുകൊണ്ട് ഇവാഞ്ചലിസവും മിഷനും ഇല്ലെങ്കിൽ ആ സഭ മരിച്ചു പോവും, ചത്തുപോകും. അതുകൊണ്ട് അതിൽ ഇൻവോൾവ് ആകണം എന്ന് മറന്നു പോകരുത് എന്നുള്ളതും ഓർപ്പിച്ചു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ പ്രക്രിയക്കകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എടുത്ത് പറയാനായിട്ടുണ്ട്. ശരിക്കും ഇവിടെ സ്നാനത്തിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ കർത്താവിൽ വിശ്വാസത്തിൽ ജനിക്കുക എന്നുള്ള എപ്പിസോഡിൻ്റെ ഭാഗത്തിൽ നമ്മൾ 1-2 എപ്പിസോഡിനകത്ത് വീണ്ടും ജന്മം എങ്ങനെ പ്രാപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യഹൂദന്മാരുടെ ഇടയിലാണ് കർത്താവ് വന്നത്. അത് യഹൂദന്മാർ അന്ന് ചില കാര്യങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ മുന്നോടിയായിട്ട് കർത്താവിൻ്റെ വഴി ഒരുക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നു. ആദ്യം യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ സ്നാനപ്പെടണം, മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പഠിപ്പിച്ചു. മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. ഈ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത് ശരിക്കും പഴയ നിയമത്തിലും വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. ലേവ്യ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിലെ പല സ്ഥലങ്ങളിലും വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതും ശുദ്ധീകരിക്കുന്നതും ഒക്കെ പറയുന്നുണ്ട്. ഒരു ശുദ്ധീകരണത്തെ ഉദ്ദേശിച്ചാണ് അവിടെ വെള്ളം ഉപയോഗിക്കുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ യഹൂദന്മാരിലേക്ക് എന്ന് വെച്ചാൽ ജുദായിസത്തിലേക്ക്, യഹൂദ മതത്തിലേക്ക് ചേർക്കുന്നതിന് സ്നാനം ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. കാരണം അവർ ചെയ്തുകൊണ്ടിരുന്നത് പരിച്ഛേദന, അതുപോലെ സർക്കംസിഷൻ, അനിമൽ സാക്രിഫൈസ്, മൃഗത്തെ കൊണ്ടുപോയി യാഗം കഴിക്കുകയും അതിനോട് ചേർന്ന് വാട്ടർ ബാപ്റ്റിസം നടത്തുകയും ചെയ്തിരുന്നു. ഇത് ജാതികളുടെ ടെമ്പിൾ കോർട്ട് ഉള്ള കുളത്തിലായിരുന്നു ചെയ്തിരുന്നത്. യെരൂശലേം ദേവാലയത്തിൽ ജാതികൾക്ക് വേണ്ടി ഒരു ടെമ്പിൾ കോർട്ടുണ്ട്, അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിലായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വന്ന് മാനസാന്തര സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുകയും യേശുവിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ അത് അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാം. എന്നാൽ ആദിമസഭയിൽ വിശ്വസിച്ചവരെല്ലാവരും തന്നെ സ്നാനമേറ്റ് സഭയോട് ചേർന്നു എന്ന് കാണുന്നു. സഭയിലേക്ക് ചേരാൻ സ്നാനം ആവശ്യമായിരുന്നു എന്നുള്ളതും നമുക്ക് വ്യക്തമാണ്. അന്നേരം അതൊരു ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുകയാണ്. സ്നാനത്തിൽ കൂടി ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരുന്നത്. യേശുവും സ്നാനം ഏറ്റിട്ടുണ്ട്. യേശു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത 2 സാക്രമെൻറ്റ്സ്, കൂദാശകൾ എന്ന് പറയുന്ന സാക്രമെൻറ്റ്സിനകത്ത് ഒന്ന് വാട്ടർ ബാപ്റ്റിസവും 2 ഹോളി കമ്മ്യൂണിയനും ആയിരുന്നു. അന്നേരം ആദ്യം പറഞ്ഞിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണല്ലോ സ്നാനം ആവശ്യമായിട്ടുള്ളത്. അന്നേരം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തിരുന്നു. അന്ന് വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് സ്നാനത്തിൻ്റെ ചില കാര്യങ്ങൾ, പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ സ്നാനം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ ഫാദർ, പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. യോഹന്നാൻ 1:6 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചിട്ടാണ്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. 1:6 പറയുന്നതാണ്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ ദൈവം അയച്ചിട്ട് വന്നു. ഇനി 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല
ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലും അത്രേ, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒന്നാണ് സ്നാനം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒന്നാണ് സ്നാനം. ഇനി നമ്മൾ വായിച്ച വാക്യം, നേരത്തെ വായിച്ച മത്തായി 28:19, ദാറ്റ് ഈസ് എ കമാൻഡ്. യേശുക്രിസ്തു പറഞ്ഞൊരു കമാൻഡാണ്. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പോയി സ്നാനം കഴിക്കുക എന്നുള്ളത് യേശുക്രിസ്തു പറഞ്ഞൊരു കമാൻഡാണ്. മൂന്നാമത്, ഇറ്റ് ഈസ് അറ്റസ്റ്റഡ് ബൈ സ്പിരിറ്റ്. അതിന് ഉറപ്പല്ലെങ്കിൽ സാക്ഷ്യം ആത്മാവ് പറയുന്ന ആയിട്ട് കാണുന്നു ബൈബിളിൽ. സ്നാനത്തിൻ്റെ അറ്റസ്റ്റേഷൻ ബൈ ദ സ്പിരിറ്റ് അത് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലാണ്. അതിങ്ങനെയാണ്: യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവർ കണ്ടു. സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. അറ്റസ്റ്റേഷൻ ബൈ ദ സ്പിരിറ്റ്. അപ്പോസ്തലപ്രവൃത്തി 2:38 അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതിന് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നതിനൊരു കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഒരു സ്നാനമാണ് എന്ന്. അവിടെയും അറ്റസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് വരാനായിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്ന സ്നാനമാണ്. ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഫാദർ; സെക്കൻഡ്, കമാൻഡഡ് ബൈ സൺ; തേർഡ്, അറ്റസ്റ്റഡ് ബൈ സ്പിരിറ്റ്. ഇനിയും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ അത് പറഞ്ഞിരുന്നു, ഇൻസ്ട്രക്റ്റഡ് ബൈ അപ്പോസ്റ്റൽസ്. അപ്പോസ്തല പ്രവൃത്തി 10:48 പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പാൻ കൽപ്പിച്ചു. അന്നേരം പത്രോസ് അവരെ സ്നാനം കഴിക്കുവാനായിട്ട് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് അവിടെ പറയുന്നത്. സോ ഇൻസ്ട്രക്റ്റഡ് ബൈ അപ്പോസ്റ്റൽസ്, പ്രാക്ടീസ്ഡ് ബൈ ദ ഇയർലി ചർച്ച്. ആദിമസഭ അത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ആദിമസഭയിൽ എല്ലായിടും തന്നെ വിശ്വസിച്ചൊരു സ്നാനമേറ്റു എന്ന് പറയുന്നുണ്ട്. 2 അപ്പോസ്തല പ്രവൃത്തി 2:41 അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അതുപോലെ തന്നെ 8:12, 9:18 അപ്പോസ്തല പ്രവൃത്തി, ഈ വാക്യങ്ങളിലെല്ലാം തന്നെ അത് ഇയർലി ചർച്ച് പ്രാക്ടീസ് ചെയ്യാമെന്ന് കാണും. അപ്പോഴേ 5 കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞത്: ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഫാദർ, കമാൻഡഡ് ബൈ സൺ, അറ്റസ്റ്റഡ് ബൈ സ്പിരിറ്റ്, ഇൻസ്ട്രക്റ്റഡ് ബൈ അപ്പോസ്റ്റൽസ് ആൻഡ് പ്രാക്ടീസ്ഡ് ബൈ ഇയർലി ചർച്ച്. അന്നേരം വാട്ടർ ബാപ്റ്റിസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിരുന്നു. അത് ഇറ്റ് ഇസ് ആൻ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ലോർഡ് ജീസസ് ആൻഡ് എ പബ്ലിക് ടെസ്റ്റിമണി ഓഫ് ദ ഫോർഗീവ്നെസ് ഓഫ് സിൻ. അപ്പോസ്തല പ്രവൃത്തി 2:38 നേരത്തെ വായിച്ചാണ്. അത് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമ്മുടെ ഒരു പബ്ലിക് ടെസ്റ്റിമണിയാണ്. നമ്മുടെ പാപങ്ങളെ മോചിച്ചു എന്നുള്ളതിനൊരു പബ്ലിക് ടെസ്റ്റിമണി ആയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് പറയുന്നുണ്ട്. റോമർ 6:3-4 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പേനയും ബുക്കും ഉള്ളവർക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ അതിൻ്റെ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല. ബൈബിളിൽ ഒരുപാട് റെഫറൻസ് ഉണ്ട്. റോമർ 6:3-4 വരെ, 1 കൊരിന്ത്യർ 15:1-5 വരെ, എഫേസ്യർ 1:13, 1 പത്രോസ് 2:24. ഒന്നുകൂടെ വായിക്കാം. റോമർ 6:3-4 വരെ, 1 കൊരിന്ത്യർ 15:1-15 വരെ, എഫേസ്യർ 1:13, 1 പത്രോസ് 2:24. ഇതെല്ലാം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കർത്താവിനോട് മരിച്ച് അടക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് സ്നാനം. സോ ഒന്നും കൂടെ പറയാം, കർത്താവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം, അതാണ് സ്നാനം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ ഫോർമേഷനാണ്. സ്നാനപ്പെട്ടവരെ എല്ലാം ആദിമസഭയിൽ സഭയോട് ചേർത്തിരുന്നു എന്നുള്ളത് കാണും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്, ആദ്യം പറഞ്ഞത് ഗോ ആൻഡ് നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. രണ്ടാമത് ഉപദേശമാണ് നമ്മളെ ഒരു ശിഷ്യത്വത്തിലേക്ക് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ, വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസംഗിക്കുക, പ്രീച്ച് ചെയ്യുക എന്നൊക്കെ അതിനകത്ത് വരാം, പഠിപ്പിക്കുക, അതെല്ലാം വരാം. സോ
ക്രൈസ്റ്റ് അതോറിറ്റി ടു ഫൊർഗീവ് അവർ സിൻസ്, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാനുള്ള കർത്താവിൻ്റെ അതോറിറ്റി നമുക്ക് തന്നിട്ട് നമ്മൾ പോയി കർത്താവിൻ്റെ ചാനലായിക്കൊണ്ട് ഈ ഫൊർഗീവ്നെസ്, നമ്മളോട് പാപങ്ങളെ ക്ഷമിക്കാനുള്ള ദൈവത്തിൻ്റെ കഴിവ് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് സാൽവേഷൻ ഫ്രം സിൻ. പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്ന സുവിശേഷം എന്ന് പറയുന്ന അതാണ്. എല്ലാവരും പാപികളായിട്ടാണല്ലോ ജനിക്കുന്നത്. അത് ഈ പാപത്തിൽ നിന്നൊരു പരിഹാരം ആവശ്യമല്ലേ? ആവശ്യമാണ്. അതിന് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെ അനുസരിക്കാനായിട്ട് ഒക്കെ പോയി പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ്. ശിഷ്യത്വത്തിൽ പ്രധാനമായിട്ട് ഈ പഠിപ്പിക്കലുണ്ട്, ഉപദേശമുണ്ട്, അനുസരണം, ഇതെല്ലാം ശിഷ്യത്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരെ എല്ലാം അതിനായിട്ടാണ് വിളിച്ചത്. പല സമയങ്ങളിലായിട്ട് വിളിക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പല സമയങ്ങളിലായിട്ടാണ് വിളിച്ചത്. വിളിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവരനുസരിക്കുക എന്നുള്ളതാണ്. അന്നേരം പലരും തനിക്കുള്ളതെല്ലാം വിട്ട് തൻ്റെ വിളി കേട്ട് ഉപേക്ഷിച്ച്, പഴയതിനെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇറങ്ങുന്നത്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നവനൊന്നും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറയുന്നു. പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് ഇറങ്ങുമ്പോഴേ അതൊരു കോസ്റ്റ്ലി അഫെയറാണ്, പലർക്കും ബുദ്ധിമുട്ടാണ്. സുരക്ഷിതമായൊരു ജീവിതത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ മീൻസും ഉള്ളൊരു ജീവിതത്തിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സുരക്ഷിതമില്ലാത്ത ഒരു വേറൊരു ഫേസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവണമെന്നില്ല. കണക്കുകൂട്ടലെല്ലാം തിരിയും. കാരണം സ്ഥിരതയിൽ നിന്ന് അസ്ഥിരതയായിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഡിസൈപ്പിൾഷിപ്പ് ഈസ് കോസ്റ്റ്ലി, ഇറ്റ് ഈസ് ബൈ ലിവിങ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്തിലുള്ള ജീവിതമാണ്. എല്ലാ നോർമലായിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എതിരായിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യാനിറ്റി എന്നും ലോകത്തിൻ്റെ എല്ലാ സമയങ്ങളിലും റോമൻ സാമ്രാജ്യം തൊട്ട് ഇങ്ങോട്ട് നോക്കി ഈ 2000 വർഷത്തിലും 2024 ഇതിനെ എതിർക്കുകയും ആളുകൾ ഇതിനോട് കൂട്ടുകൂടാതെ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങ് യേശുവിനെ അറിഞ്ഞ് രക്ഷകനായി സ്വീകരിച്ചാൽ പോരെ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. ലോകത്തെ വെറുക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവർക്കെല്ലാം അപ്രധാനമായിട്ട് ചിന്തിക്കുന്ന ശിഷ്യൻ മാസ്റ്റർ റിലേഷൻഷിപ്പ്, അങ്ങനെ യേശുവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം, അതിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ദൈവം ഡിസൈപ്പിൾഷിപ്പ് അല്ലെങ്കിൽ ശിഷ്യത്വം ആഗ്രഹിക്കുന്നത്. യേശു വന്നത്, പ്രത്യേകിച്ച് നമുക്കറിയാം, യേശു വന്നത് ഒരു സഭ സ്ഥാപിക്കാനല്ല, ഒരു ക്രിസ്തീയ മതമൊന്നും യേശു സ്ഥാപിച്ചിട്ടില്ല. അവൻ വന്നത് ദൈവത്തിലേക്കുള്ളൊരു വഴി കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ദൈവം വന്നത്. ഞാൻ 1-2 റെഫറൻസ് പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. യേശുക്രിസ്തു ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് പോലും സമൂഹത്തിന് കൊടുത്തത് ജാതികളിൽ നിന്നായിരുന്നു. ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. 3 ബൈബിളിൽ 3 ഭാഗത്താണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉള്ളത്. അപ്പോസ്തല പ്രവൃത്തി 11:26 അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. നേരത്തെ അവരെ മാർഗ്ഗക്കാരെന്നും അല്ലെങ്കിൽ അവർ പറയുന്ന ആൾക്കാരും എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത്. അതുപോലെ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പൗലോസ് അഗ്രിപ്പ രാജാവിനോട് സംസാരിക്കുന്ന ഒരു ഭാഗ്യം അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിലാണത്. 26-ന്റെ 28 അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പയാണ് പറയുന്നത്. ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നുള്ളൊരു മീനിങ്ങാണ് അതിന് വന്നിരിക്കുന്നത്. അന്നേരം അഗ്രിപ്പ പറയുകയാണ്, ക്രിസ്ത്യാനിയാകാനായിട്ട് എന്നെ നീ പ്രഷർ ചെയ്യുന്നു എന്ന് പൗലോസിനോട് പറയുന്ന ഭാഗം. ഒരു വാക്യം കൂടിയുണ്ട്. 1 പത്രോസ് 4:16 ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രേ വേണ്ടത്. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുക. ഇങ്ങനെ ഈ 3 മാത്രമേ ബൈബിളിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളൂ. അത് നമുക്കറിയാം, ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു വേർഡ് യേശുവിൻ്റെ കാലത്ത് ഇല്ലായിരുന്നു.
ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്ന് നമുക്ക് പറയാമെങ്കിലും അത് ശരിക്കും ഒരു ഷെയ്ംഫുള്ളായിട്ടൊരു വേർഡായിട്ടാണ് കൊടുത്തിരുന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. എന്നാൽ അത് ഒരു മാർഗമായിരുന്നു, അതൊരു പ്രയാസമായിട്ടുള്ളൊരു മാർഗമായി ഈ നാളുകൾ തീർന്നു. അന്നും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. എന്നാൽ ബൈബിളിലെ ശിഷ്യൻ എന്ന് 269 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ശിഷ്യൻ എന്ന് പറയുന്ന വാക്ക്. ശിഷ്യത്വത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അൺബിലീവേഴ്സായിട്ടുള്ള, നേരത്തെ പറഞ്ഞാൽ അൺബിലീവേഴ്സായിട്ടുള്ള ആളുകളാണ്, വിശ്വാസികളല്ലാത്തവരാണ് ക്രിസ്ത്യൻ എന്നുള്ള പേര് കൊടുത്തത്. എന്നാൽ ശിഷ്യൻ എന്നുള്ള വാക്ക് കൂടുതലും സംസാരിച്ചിരിക്കുന്നത് യേശുവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സമയങ്ങളിലാണ്. ക്രിസ്ത്യൻസ് ഉണ്ടാകുന്നത്, ക്രിസ്ത്യൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പ്രീച്ചിങ്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ അത് കേട്ട് വിശ്വസിക്കുന്നവരൊക്കെ വേണമെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറയാം, ബിലീവേഴ്സ്. എന്നാൽ ഡിസൈപ്പിൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ടീച്ചിങ്. പഠിപ്പിക്കൽ കൊണ്ടാണ് ഡിസൈപ്പിൾസ് ശിഷ്യന്മാരാവുന്നത്. അതുമാത്രമല്ല, ഈ ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ കോഴ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഒരു കോഴ്സ്. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഡിസൈപ്പിൾ ആവുന്നതല്ല, അവൻ്റെ ലൈഫ് ടൈം മുഴുവൻ ഒരു ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന പോലെയല്ല, അവൻ്റെ ജീവിതകാലം മുഴുവനുള്ള പരിചയത്തിൽ നിന്നാണ് അവന് ഡിസൈപ്പിൾ ആവുന്നത്. ഡിസൈപ്ലിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗ്രോയിങ് എ പേഴ്സൺ ഇൻ ഡെപ്ത്. അവൻ ആഴത്തിൽ ക്രിസ്തീയ സ്നേഹത്തിലും വിശ്വാസത്തിൻ്റെയും ആഴത്തിൽ വളരുകയും അവൻ കർത്താവിൽ പരിപൂർണരായി തീരുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡിസൈപ്ലിംഗ് ഷുഡ് ബി ഡൺ അറ്റ് ഡിഫറെൻറ്റ് ലെവൽ. പല ലെവലിലുള്ള ഡിസൈപ്ലിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഡിസൈപ്ലിംഗ് എന്ന് പറയുന്നത് അത്ര ഒരു ഈസി പ്രോസസ്സ് അല്ല എന്ന് നമ്മൾ മറന്നു പോയത്. നമുക്കറിയാം 70 കോൺഗ്രിഗേഷണൽ ഡിസൈപ്പിൾസ് യേശുക്രിസ്തു 2 പേരെ വെച്ച് വിളിച്ച് 70 പേരെ ഇങ്ങനെ വിളിച്ചിട്ട് 2x2 ആയിട്ട് വിടുന്നതായിട്ട് കാണുന്നു. എന്നാൽ കോറായിട്ടുള്ള ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് 12 പേരെ ഉള്ളായിരുന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരായിരുന്നു കോർ ഡിസൈപ്പിൾ. അതിനകത്ത് തന്നെ ഇന്നർ കോർ ഡിസൈപ്പിളുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള, പോകുന്നിടത്ത് എല്ലായിടവും പോകുന്നത്. ആരായിരുന്നു? പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. പത്രോസും യാക്കോബും യോഹന്നാനും അവരായിരുന്നു പില്ലേഴ്സ് ഓഫ് ദ ചർച്ച്. ആദിമസഭയിലും അവരുടെ ഇൻവോൾവ്മെൻറ്റ് എത്രയും കൂടുതലായിരുന്നു. അന്നേരം അവർക്ക് ഇമ്പാർട്ടേഷൻ, അവർക്ക് കിട്ടിയ പഠനം ആ 12 ഡിസൈപ്പിളിന് കിട്ടിയതിനേക്കാൾ ഒരു ലെവൽ ഡിഗ്രി കൂടുതലായിരുന്നു. എന്നാൽ ആ 70 പേരെ ഡിസൈപ്പിൾസിനെ തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് അത്രയും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞതുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഡിസൈപ്പിൾഷിപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ഒരു സുപ്രഭാതത്തിൽ തീരുന്നതല്ല, അത് ജീവിതകാലം മുഴുവനുള്ളതാണ്. ഒരു ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന മാത്രമല്ല, അത് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കോഴ്സ് ഓഫ് ലൈഫിൽ മുഴുവനായിട്ടുള്ള ഒന്നാണ് ഡിസൈപ്പിൾഷിപ്പ്. നമുക്ക് തുടർന്നും ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. എങ്ങനെയായിരുന്നു ക്രിസ്തീയ വിശ്വാസവും അതിൻ്റെ ഡിസൈപ്പിൾഷിപ്പും, അതുപോലെ പഴയ നിയമത്തിൽ നിന്നുള്ള ശിഷ്യത്വം, പുതിയ നിയമത്തിൽ നിന്നുള്ള ശിഷ്യത്വം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് നമ്മൾ അതിലേക്ക് പ്രവേശിച്ച് നമ്മളങ്ങോട്ട് ചിന്തിക്കുന്നതാണ്. ഇത് എല്ലാ ദിവസവും നിങ്ങൾ കാണണം. രാത്രി 9 തൊട്ട് 10 വരെയുള്ള സമയമുണ്ട്. ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ വിളിക്കുകയോ അതിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അറിയിക്കുകയോ ചെയ്യണം. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദം ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ചില പർട്ടിക്കുലർ നീഡുകൾ ഇന്ന് ദൈവം മീറ്റ് ചെയ്തു തരുന്ന ദൈവമാണ്. ദൈവം നമുക്ക് ആത്മീയമായിട്ട് മാത്രമല്ല, നമ്മുടെ ലൗകികമായിട്ട് ഈ ലോകത്തിലുള്ള ആവശ്യങ്ങളും കർത്താവ് മീറ്റ് ചെയ്ത് തരാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിഷ്യത്വത്തെക്കുറിച്ച് ഞങ്ങൾ പടിപടിയായി പഠിക്കുകയായിരുന്നല്ലോ കർത്താവേ, അതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിനെ ഫോളോ ചെയ്യേണ്ട മാർഗ്ഗങ്ങൾ എന്താണെന്ന് ഈ ദിവസങ്ങൾ ഞങ്ങളെ വെളിപ്പെടുത്തി തരണമേ, പഠിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാകുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ശിഷ്യത്വത്തിൽ ഞങ്ങൾ ജീവിപ്പാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ക്രിസ്തീയ ശിഷ്യത്വം പ്രധാനപ്പെട്ട ഒന്നാണ്, അതുപോലെ പ്രയാസമേറിയതുമാണ്. അതുകൊണ്ടാണ് കർത്താവെ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ ഇന്ന് പലരും ആയിത്തീരാതെ ഇരിക്കുന്നത്. പലരും കർത്താവെ ദൈവസന്നിധിയിൽ ഇന്ന് ബാക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. കർത്താവെ, നിൻ്റെ വചനവും കർത്താവെ ക്രിസ്തീയ ശിഷ്യത്വവും
ജീവിതവും കർത്താവെ അതിൽ അധിഷ്ഠിതമായ അനുസരണ ജീവിതങ്ങളിൽ നിന്ന് നീ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിവിധ ആവശ്യങ്ങളിരിക്കുന്നവരെ ഞങ്ങൾ ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ ഫൈനാൻഷ്യലായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളിൽ നിങ്ങളെ കാണുന്നുണ്ടല്ലോ. കർത്താവെ കൊടുത്തിരിക്കുന്ന പൈസ തിരിച്ചു കിട്ടാത്ത വ്യക്തിത്വങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നു. ദൈവമേ, ഇന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആ പൈസ പല പ്രാവശ്യം അപ്രോച്ച് ചെയ്തിട്ടും അത് കൊടുക്കാതിരിക്കുന്ന കേസുകളെ കർത്താവെ ഇന്ന് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവെ ആ വാങ്ങിച്ചയാളുടെ ഹൃദയത്തിൽ അത് തോന്നിപ്പിക്കുകയും അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വലിയ കൃപ ഇന്ന് കർത്താവെ അവരുടെ ഭവനത്തിലേക്ക് ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നീ അത് ഉത്തരം തരും കർത്താവെ. നിൻ്റെ ദൂതന്മാരെ അയച്ചു വിടുവിക്കുന്ന ദൈവം കർത്താവെ, ഈ വിഷയത്തിന്മേൽ നീ ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഫൈനാൻഷ്യലായിട്ടുള്ള ചില ഡെപ്റ്റുകളെ കടത്തിലായിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ മാർഗങ്ങളെ നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ നീ അത് ചെയ്തു തരുന്ന ദൈവമാണല്ലോ. ദൈവമേ, മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യം. എന്നാൽ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറിയാത്ത വഴികളിൽ നിന്ന് കർത്താവെ നീ ഉറവുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിത്വങ്ങളിലേക്ക് നിൻ്റെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് വിശ്വാസം ഉറയ്ക്കുകയോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുകയോ വിശ്വാസത്തിൽ അഭിഷേകം പ്രാപിക്കുകയോ ചെയ്യത്തക്ക രീതിയിൽ കർത്താവെ ഒരു അടയാളമായി കർത്താവെ ഈ പ്രാർത്ഥന നീ കേൾക്കുകയും അവർക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച എല്ലാവരും നീ അനുഗ്രഹിക്കുന്ന ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും നിങ്ങളിത് വാച്ച് ചെയ്യണം. രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ.